മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയിലുള്ള 2 പെൺകുട്ടികൾ കല്യാണം റെഡിയാവാണ്ട് നിൽക്കുന്നുണ്ട്. നാട്ടിലെവിടെയും പെണ്ണുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്ന യുവാക്കൾ ഒരു സൈഡിൽ, പക്ഷേ കല്യാണം നടക്കാത്ത കുറച്ച് യുവതികൾ വേറൊരു സൈഡിൽ. ഇത് 38ഉം 36ഉം വയസ്സുള്ള പെൺകുട്ടികളാണ്. ആ ഒരു ജനറേഷനിൽ കുറേ പെൺകുട്ടികളുണ്ട് കല്യാണം നടക്കാത്തത്, സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ കൊണ്ട്. കറക്റ്റ് ഈ കൊടുക്കുന്ന നമ്പറിൽ വിളിക്കുക, പറ്റിയ ആലോചനകൾ. ഇവരുടെ ആദ്യ വിവാഹമാണ്. അപ്പോൾ ആദ്യ വിവാഹം നമുക്ക് കിട്ടിയാൽ സന്തോഷം, ഇല്ലെങ്കിൽ ഡിവോഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല. നോക്കിയിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. ചെറിയ മക്കളൊന്നാണെങ്കിൽ പ്രശ്നമില്ല, പിന്നെ മക്കളില്ലാത്താണെങ്കിൽ അത്രയും സന്തോഷം. 38 വയസ്സുള്ള ആ മോള് പഠിച്ചത് 10ാം ക്ലാസ് വരെയാണ്. ഓൾക്ക് ദൂരം മലപ്പുറം കോഴിക്കോടുമാണ് വേണ്ടത്. ഒരു 3 മക്കളാണ്, 2 പെൺകുട്ടികളും ഒരു ബ്രദറുമാണ് ഉള്ളത്. പാർട്ട്ണറിൻ്റെ ഏജ് ലിമിറ്റ് ഒരു 45 വയസ്സ് വരെ നമുക്ക് നോക്കാം. ഒരു 5-2 കൂലിപ്പണി ആയാലും കുഴപ്പമില്ല, ജോലിക്ക് പോയിട്ടോളം നോക്കുന്ന ഒരാളായിരിക്കണം. 36 വയസ്സുള്ള ആ മോള് പഠിച്ചത് 10ാം ക്ലാസ് വരെയാണ്. ഓക്കും മലപ്പുറം കോഴിക്കോട് എന്നുള്ള ആലോചന പറ്റും. പാർട്ട്ണറിൻ്റെ ഏജ് ഒരു 42 വയസ്സ് വരെ നമുക്ക് പറ്റും. ഉയരം 5'4". ഒരു വീട്ടിലെ കാര്യങ്ങളും അങ്ങനെ ആയിട്ട് അങ്ങനെ ഒതുങ്ങിക്കൂടുന്ന 2 മക്കളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സ്നേഹിക്കുന്ന ആളുണ്ടാവുമല്ലോ, നമ്മളൊരു വീട്ടിലേക്ക് ഒതുങ്ങിയ ഒരു കുട്ടീനെയാണ് വേണ്ടത് എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇവരെ ആലോചനകൾ എടുക്കാട്ടെ. ഈ 2 മക്കളും സ്മാർട്ടാണ്, വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. കുക്കിംഗ് ആയിക്കോട്ടെ എല്ലാം ഭയങ്കര ഉഷാറാണ്. നല്ല 2 കുട്ടികളാണ്, സ്വാലിഹായ കുട്ടികളാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നവർ കോഴിക്കോടും മലപ്പുറത്തും ഉള്ള നല്ല ഈ വയസ്സിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇവരെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ മനസ്സ് തീയാണ്. ഗൾഫിൽ നിന്ന് വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ എന്നെ വിളിച്ച്, കിക്ക പെട്ടെന്ന് തന്നെ നമുക്ക് പോലെ കാര്യങ്ങളൊന്നും ചെയ്യണം, ഞാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് റെഡി ആവണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ നമുക്ക് നടത്താൻ സാധിക്കട്ടെ. നിങ്ങൾ കൂടെ നിൽക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, അർഹരായ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അനാവശ്യമായിട്ട് വെറുതെ വിളിക്കുന്നവരിൽ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക കേട്ടോ.